എടാ ആരാ പറഞ്ഞത് പെൺകുട്ടിക്ക് പൈസയും ഫെയിമും അതേപോലെ തന്നെ ഗ്ലാമറൊക്കെയാണ് വലുതെന്ന്? ഈ അഖിൽ അന്നാട്ടിന്റെ കേസ് നോക്ക്. 1.8 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, 4.8 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ഒരു സിനിമ അഭിനയിച്ചു, നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്, എല്ലാതും ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആ പെണ്ണിന്റെ ബർത്ത്ഡേക്ക് ഏറ്റവും കൊടുത്തത് കാറാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഓള് ചാടിപ്പോയതാ ഈ ഒരു ഏട്ടന്റെ കൂടെയാണ്. ഈ ഏട്ടന് കണ്ട എന്തായാലും ഒരു 40 വയസ്സുണ്ടാവും. ബസ്സിലെ കിളിയോ കണ്ടക്ടറോ എന്തോ ആണ്. സ്വാഭാവികമായിട്ടും ഒരു മിഡിൽ ക്ലാസ് ജീവിതശൈലി ആയിരിക്കും അല്ലെ. അപ്പം ഞാൻ ആ ഏട്ടനെ കൊച്ചാക്ക അല്ലെങ്കിൽ തൊഴിലിനെ കൊച്ചാക്ക 30 ഗ്ലാമല്ലാന്നൊന്നല്ല കേട്ടോ. അഖിൽ എന്നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഈ പെണ്ണിന് ബെറ്റർ ഓപ്ഷൻ അഖിൽ എന്നാട്ടി ആയിരുന്നു. എങ്ങനെ പണവും പ്രതാപവും ഗ്ലാമറും ചെറുപ്പവും ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ടും ആ പെണ്ണ് ആ ഏട്ടന്റെ കൂടെ ചാടിപ്പോയിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം പെണ്ണുങ്ങൾ വേറെ ഇതിന്റെ ഈ പണത്തിന്റെയും പ്രതാപത്തിന്റെ ഒക്കെ മുകളില് വേറെ എന്തിനേലൊക്കെ വില കൊടുക്കുന്നുണ്ട് അല്ലേ. അത് എന്തേലും ആവട്ടെ, ചിലപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ വേറെ ആയിരിക്കും. രണ്ടു ഭാഗം നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അഖിൽ എന്നാണ് എന്നോട് പറയാനത്. അഖില പോയത് പോട്ടെ, പോകാലത് പോകും. അനക്കത് നല്ലതിനാണെന്ന് കരുതിയാൽ മതി. പോയതിനേക്കാൾ വലുത് അനക്ക് വന്നു ചേരട്ടെ, മീൻസ് നല്ലത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയതും ഒരു താത്ത കാമുകന്റെ കൂടെ പോയത് ഭർത്താവിനെ കാട്ടിലും പ്രായമുള്ളതും ഏതോ ഒരു മുക്കിൽ കിടക്കണ ഒരു കാക്കാനൊപ്പം പോയി കണ്ട് അടി കൂടി തിരിച്ചു വന്ന് എന്തിന്റെ ആവശ്യം?